റിയൽ നമ്പേഴ്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10 ബോത്ത് ഇൻക്ലൂസീവ്? അതായത് ഏത് നമ്പറിനെയാണ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനർത്ഥം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനേക്കാളും വലിയൊരു നമ്പറാണ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കുന്നത് HCF ഓർ LCM. ഗിവൺ നമ്പേഴ്സിനേക്കാളും ചെറിയ നമ്പറാണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ HCF ഫൈൻഡ് ചെയ്യണം. ഗിവൺ നമ്പേഴ്സിനേക്കാളും വലിയൊരു നമ്പറാണ് ആൻസർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും LCM ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനേക്കാളും വലിയൊരു ആൻസർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ LCM ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ HCF ആണ് LCM ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ LCM നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ നമ്പേഴ്സിനെയും ഫാക്ടറൈസ് ചെയ്യണം ഫസ്റ്റ് തന്നെ. അപ്പോൾ 1, 2 equals 2 raised to 1, 3 equals 3 raised to 1, 4 equals 2 square, 5 equals 5 raised to 1. അടുത്തത് 6 equals 2 raised to 1 multiplied by 3 raised to 1. 7 equals 7 raised to 1. 8 equals 2 cube. 9 equals 3 square. 10 equals 2 raised to 1 multiplied by 5 raised to 1. ഇനി നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും LCM ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ റിക്വയർഡ് LCM 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ LCM ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ 2 എന്ന ഫാക്ടർ പലതവണ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 എന്ന ഫാക്ടറിലെ ഏറ്റവും മാക്സിമം പവർ, അതായത് ഇതാണ് ഇവിടുത്തെ മാക്സിമം പവർ ആയിട്ട് വരുന്നത്. 2വിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 2�3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. ദെൻ അടുത്തത് 3 കോമൺ ആയിട്ട് പലതവണയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 3യുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 3 സ്ക്വയർ. അതും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഇനിയുള്ളത് 5 ആണ്. 5 എന്ന ഫാക്ടർ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 5 raised to 1. ഇനി ഫൈനലി ഇതിലൊന്നും ഇൻക്ലൂഡ് ആവാത്ത 7 എന്ന ഫാക്ടർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 7ഉം ഇതിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. HCF ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം മതി. എന്നാൽ LCM ആണ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ കോമൺ അല്ലാത്ത ഫാക്ടേഴ്സും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ക്യൂബ് എന്ന് പറയുന്നത് 8 മൾട്ടിപ്ലൈ ബൈ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 മൾട്ടിപ്ലൈ ബൈ 5 മൾട്ടിപ്ലൈ ബൈ 7. ഇനി 8 times 5 ഈക്വൽസ് 40 ആണ്. 40 മൾട്ടിപ്ലൈ ബൈ ദെൻ 9 times 7 എന്ന് പറയുന്നത് 63 ആണ്. 63. സോ 63 times 4 എന്ന് പറയുന്നത് 252. ദെൻ ഈ 0 ആഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 2520. അപ്പോൾ 2520നെയാണ് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ C, 2520. റിയൽ നമ്പേഴ്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. 3 നമ്പേഴ്സിന്റെ റേഷ്യോ 3:4:5ഉം അവരുടെ LCMഉം 1200 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ HCF എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യമേ തന്നെ എഴുതാം.
മൂന്ന് നമ്പേഴ്സിന്റെ റേഷ്യോ 3:4:5. അവരുടെ LCM 1200. HCF എത്രയാണെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മൂന്ന് നമ്പേഴ്സ് 3:4:5 റേഷ്യോയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ റേഷ്യോയിൽ നിന്ന് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് എന്ന വേരിയബിൾ വെച്ചിട്ടാണെങ്കിൽ 3x 4x 5x ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. റേഷ്യോസിൽ നിന്ന് നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വേരിയബിൾ വെച്ചിട്ട് ഇങ്ങനെയാണ്. ഇനി നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് LCM 1200 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് നമ്പേഴ്സിന്റെ LCM 1200 ആണെന്ന്. അപ്പോൾ LCM ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മൂന്ന് നമ്പേഴ്സിനെ ഇതിന്റെ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ സാധാരണ LCM HCF ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ് ഫാക്ടേഴ്സിനെ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്പേഴ്സിനെ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 3x എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3 multiplied by x. 4x എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 square multiplied by x. 5x എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 5 multiplied by x. ഇനി നമുക്ക് ആദ്യം തന്നെ LCM ഫൈൻഡ് ചെയ്യാം. LCM 3x-ന്റെയും 4x-ന്റെയും 5x-ന്റെയും 1200 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ LCM ഫൈൻഡ് ചെയ്യാം? കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതുകൂടാതെ നോൺ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ LCM ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന്റെ കൂടെ 3ഉം 2 സ്ക്വയർ ആയിട്ടുള്ള 4ഉം 5ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 × 4 20, 20 × 3 60, 60x എന്നാണ് കിട്ടുന്നത്. നമുക്ക് വേരിയബിൾ വെച്ചിട്ട് 60x എന്നുള്ള വാല്യൂ LCM ആയിട്ട് കിട്ടി. അതുകൂടാതെ നമുക്ക് ക്വസ്റ്റ്യനിൽ 1200 എന്ന വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1200 ഈക്വൽ ടു 60x എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. x ഈക്വൽ ടു 1200 ഡിവൈഡ് ബൈ 60 വിച്ച് ഇസ് ഈക്വൽ ടു സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 20 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 20 ആണ് എക്സിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ഫിനിഷ് ആയിട്ടില്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ മൂന്ന് നമ്പേഴ്സിന്റെയും HCF എത്രയാണെന്നാണ്. HCF ഓഫ് 3x 4x 5x ഇത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് HCF ഫൈൻഡ് ചെയ്യാനായിട്ട് ഫാക്ടേഴ്സിന്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം എടുത്താൽ മതി. ഈ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് x എന്നുള്ള ഫാക്ടർ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ HCF ആയിട്ട് വരുന്നത് x എന്നുള്ള ഫാക്ടറാണ്. സോ ദ HCF ഈസ് ഈക്വൽ ടു x. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇവിടുത്തെ HCF 3x-ന്റെയും 4x-ന്റെയും 5x-ന്റെയും HCF 20 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 20. റിയൽ നമ്പേഴ്സിന്റെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിന്റെ HCF 120, അവരുടെ LCM 252k. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു തിയറം ഇവിടെ യൂസ് ചെയ്യണം. അതായത് HCF ഓഫ് A, B മൾട്ടിപ്ലൈ ബൈ LCM ഓഫ് A, B ഈക്വൽസ് പ്രോഡക്റ്റ് ഓഫ് A ആൻഡ് B. ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം തന്നിരിക്കുന്ന ഡാറ്റ HCF ഓഫ് 2520, 6600 multiply by LCM of 2520, 6600 equals 2520 multiply by 6600. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ HCF 120 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, മൾട്ടിപ്ലൈ ബൈ LCM 252k എന്നാണ് തന്നിരിക്കുന്നത്. വേരിയബിൾ വെച്ചിട്ടാണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്. ഈക്വൽസ് 2520
മൾട്ടിപ്ലൈ ബൈ 6600. ഇനി നമുക്കിവിടെ കെയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കെ മാത്രം സ്റ്റേ ചെയ്യിച്ചുകൊണ്ട് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഈസിലി വാല്യൂസ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് ഡിവിഷൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 2520 മൾട്ടിപ്ലൈ ബൈ 6600 ഹോൾ ഡിവൈഡ് ബൈ ഈ വാല്യൂസ് താഴേക്ക് വരുമ്പോൾ 120 മൾട്ടിപ്ലൈ ബൈ 252. ഇനി ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് റൈറ്റ് സൈഡിൽ ചെയ്യാം. 2520 മൾട്ടിപ്ലൈ ബൈ 6600 ഹോൾ ഡിവൈഡ് ബൈ 120 ഡിവൈഡ് ബൈ 120 മൾട്ടിപ്ലൈ ബൈ 252. 252 മൾട്ടിപ്ലൈ ബൈ 10 ആണ് 2520. അപ്പോൾ കട്ട് ചെയ്തിട്ട് 10 എന്ന് എഴുതാം. ഈ 10ഉം ഈ 120ൽ 0 നമുക്ക് കട്ട് ചെയ്യാം. റിമൈനിങ് ആയിട്ടുള്ളത് 6600 ഡിവൈഡ് ബൈ 12. ഈ 6600ൽ 6ഉം ഇതിലും 6ഉം കോമൺ ഫാക്ടറാണ്. അപ്പോൾ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് ഉള്ളത് 2. ഇവിടെ 66നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 11. ഇനി ഫൈനൽ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 1100 ഡിവൈഡ് ബൈ 2 ആണ്. സോ 110നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 55 കിട്ടും. ദെൻ 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് കെയുടെ വാല്യൂ 550 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 550. റിയൽ നമ്പേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്മോളസ്റ്റ് പ്രൈം നമ്പറിൻ്റെയും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പറിൻ്റെയും HCFൻ്റെയും LCMത്തിൻ്റെയും പ്രോഡക്റ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ 3 ഒരു പ്രൈം നമ്പറാണ്. കാരണം എന്താണ്? 3യുടെ ഫാക്ടേഴ്സ് ആകെ 2 ഫാക്ടേഴ്സ് വരുള്ളൂ. 1ഉം ആ സെയിം നമ്പറും 1ഉം ആ സെയിം നമ്പറും വരുന്ന ഫാക്ടേഴ്സ് 1ഉം ആ സെയിം നമ്പറും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം എന്താ? 1, 2, 4 ഈ 3 ഫാക്ടേഴ്സ് 4ന് വരും. അപ്പോൾ ഇവിടെ 2ൽ കൂടുതൽ ഫാക്ടേഴ്സും ഉണ്ട്. 1ഉം ആ സെയിം നമ്പറും അല്ലാതെ വേറെ ഫാക്ടർ വരുന്നതുകൊണ്ട് 4 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സിന് അതിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അറിയേണ്ടത് സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പറും സ്മോളസ്റ്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പർ ഏതെന്നാണ്. സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ. പലർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും 1 അപ്പോൾ സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ അല്ലേ എന്ന് പറയും. പക്ഷേ 1 എന്ന് പറയുന്നത് നെയ്തർ കോമ്പോസിറ്റ് നോർ പ്രൈം എന്നാണ് മാത്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി സ്മോളസ്റ്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 2 ഒരു പ്രൈം ആണ്. അത് കഴിഞ്ഞാൽ 3യും ഒരു പ്രൈം നമ്പറാണ്. ഇനി 4 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പേഴ്സ് കിട്ടി 2ഉം 4ഉം. ഇതിൻ്റെ HCFും LCMും ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ആണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2നെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? 2 മൾട്ടിപ്ലൈ ബൈ 1. 4നെയോ 2 സ്ക്വയർ മൾട്ടിപ്ലൈ ബൈ 1. ഇനി 2ൻ്റെയും 4ൻ്റെയും HCF എത്രയായിരിക്കും? രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ലീസ്റ്റ് പവറാണ് HCF ആയിട്ട് എടുക്കേണ്ടത്. രണ്ടിലും 2 എന്ന് പറയുന്നതും 1 എന്ന് പറയുന്നതും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ്. 1 കൺസിഡർ ചെയ്യേണ്ട. 2 കൺസിഡർ ചെയ്യുമ്പോൾ ലീസ്റ്റ് പവർ എന്ന് പറയുന്നത് ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ HCF 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ൻ്റെയും 4ൻ്റെയും HCF ആയിട്ട് വരുന്നത് 2. ഇനി
LCM ഓഫ് 2,4. LCM ഓഫ് 2,4 എന്ന് പറയുന്നത് ഫാക്ടേഴ്സിന്റെ മാക്സിമം പവർ ആണ് എന്ത് LCM ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം മാക്സിമം പവർ എന്ന് പറയുന്നത് 2² ആണ് ഇവിടുത്തെ മാക്സിമം പവർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 4. അപ്പം HCFും LCM കിട്ടി. ഇനി എന്താണ് ആൻസർ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇതിന്റെ രണ്ടിനും പ്രോഡക്റ്റ് HCF ഓഫ് 2,4 മൾട്ടിപ്ലൈ ബൈ LCM ഓഫ് 2,4 ആണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ HCF ഓഫ് 2,4 എന്ന് പറയുന്നത് 2ഉം അതിന്റെ LCM 4ഉം ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 8. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 8 ആണ്. റിയൽ നമ്പേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് 2 നമ്പേഴ്സിന്റെ LCM 3600. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് നമ്പറാണ് ഇവയുടെ HCF ആയിട്ട് വരാൻ സാധ്യത ഇല്ലാത്തത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 2 നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിന്റെ HCFന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. 2 നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിന്റെ HCFന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 2 നമ്പേഴ്സിന്റെ HCF എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിന്റെ LCMത്തിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. 2 നമ്പേഴ്സിന്റെ HCF എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിന്റെ LCMത്തിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 2 നമ്പേഴ്സിന്റെ LCM ഡിവൈഡ് ബൈ 2 നമ്പേഴ്സിന്റെ HCF, ഇവിടെ കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡർ ഈസ് 0. ഡെഫിനറ്റ്ലി 0 റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു HCF ആ ഒരു 2 നമ്പേഴ്സിന്റെ ആ 2 നമ്പേഴ്സിന്റെ HCF ആണെന്ന് ഈസിലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. LCMത്തിനെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂ ആ 2 നമ്പേഴ്സിന്റെ HCF ആണെന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഏതാണ് വരാൻ സാധ്യതയില്ലാത്തത്, HCF ആയിട്ട് വരാൻ സാധ്യതയില്ലാത്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ നമ്പേഴ്സ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്പർ എടുക്കാം. ഫസ്റ്റ് നമ്പർ അപ്പോൾ 3600 ഡിവൈഡ് ബൈ 600. സീറോസ് ക്യാൻസൽ ചെയ്യുന്നു. 36 ഡിവൈഡ് ബൈ 6 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണ്? ഈസിലി ഫുള്ളി ഡിവിസിബിൾ ആണ്. 600 മൾട്ടിപ്ലൈ ബൈ 6 ആണ് 3600. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ എടുത്ത് നോക്കാം. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3600 ഡിവൈഡ് ബൈ 400. ഇവിടെയും സീറോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 36 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 9 ആണ്. കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്. അപ്പം ഇവിടെയും റിമൈൻഡർ 0 ആണ്. ഇനി തേർഡ് നമ്പർ 3600 ഡിവൈഡ് ബൈ 150. ഇവിടെ 0 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 360 ഡിവൈഡ് ബൈ 15. 360നെ 15 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 36ൽ 15 2 ടൈംസ്. റിമൈൻഡർ 6. ഈ 0 താഴേക്ക് ഇറക്കി എഴുതുന്നു. 60 ഡിവൈഡ് ബൈ 15 എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. 4 ടൈംസ് 15 ഈക്വൽ ടു 60 ആണ്. ഇവിടെ റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഈ ഒരു കേസും അല്ല. ഇനി അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫൈനൽ വൺ 3600 ഡിവൈഡ് ബൈ 500. 2 സീറോസ് ക്യാൻസൽ ചെയ്യുന്നു. ഇനി 36 ഡിവൈഡ് ബൈ 5 ചെയ്യുന്നു. കോഷ്യന്റ് 7. റിമൈൻഡർ നമുക്ക് 1 കിട്ടും. സോ ഇവിടെ റിമൈൻഡർ 1 കിട്ടുന്നത് കൊണ്ട് 500 എന്ന് പറയുന്നത് ഈ 2 നമ്പേഴ്സിൻ്റെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്ന നമ്പേഴ്സിൻ്റെ
HCF ആയിട്ട് വരാൻ സാധ്യതയില്ലാത്തത് 500 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ.